സദ്വേഷണം ഇവിടെ ഒന്ന് രണ്ട് വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. മറ്റൊന്നുമല്ല, 2016 ശാന്തിരാശ്രമത്തിൻ്റെ സെക്യൂരിറ്റി മാനേജറായിരിക്കെ ഞാൻ ബഹുമാനപ്പെട്ട കേരള DGP ലോകനാഥ് ബെഹ്റ സാർ സമക്ഷം ശാന്തിഗിരി ആശ്രമത്തിൽ ബ്രഹ്മശ്രീ കരുണാകര ഗുരു എന്ത് വിഭാവനം ചെയ്തുകൊണ്ടാണ് ശാന്തിഗിരി ആശ്രമം തുടങ്ങിയതെന്നും ഗുരുവിനെ കുറിച്ചും നിലവിൽ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഭരണാധികാരികളായ അമൃതാചാര്യ ഗുരുസ്വാമി മുതലായവരുടെ ഗുരുവിരുദ്ധ പ്രവർത്തനങ്ങളും മറ്റു ജനദ്രോഹപരമായ മനുഷ്യാവകാശ ലംഘനപരമായ ഒട്ടനവധി കാര്യങ്ങളെ പരാമർശിച്ചുകൊണ്ട് കൊടുത്തൊരു പരാതിയുടെ പുറത്ത് ആ പരാതി പോത്തങ്കോട് പോലീസ് സ്റ്റേഷനിൽ വരികയും ആ പരാതി വന്നതിന് ശേഷം എൻ്റെ പേരിൽ ഒരു പോക്സോ കേസ് ചുമത്തുകയും ശാന്തിഗിരി സ്കൂളിൽ നിന്ന് തന്നെ പോയ ഒരു പോക്സോ കേസ്, ആ കേസ് മുഖാന്തിരം കുറച്ച് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരികയാണ്. കാരണം ഫെബ്രുവരി 3-ാം തീയതി 2017 ഫെബ്രുവരി 3-ാം തീയതിയാണ് ഈ കേസിന് ആസ്പദമായ കാര്യങ്ങൾ നടക്കുന്നത്, സംഭവവാസങ്ങൾ. എന്നെ അറസ്റ്റ് ചെയ്യുന്ന ദിവസമാണ്. അറസ്റ്റ് ചെയ്ത് പോത്തങ്കോട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അന്ന് ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും വന്നിട്ട് ഇതിൻ്റെ ഒരു പ്രേമം പിടിച്ചതിൻ്റെ വൈരാഗ്യം മൂലമാണ് ഇത് ചെയ്തത്. അപ്പോൾ ആരൊക്കെയോ ഗൂഢാലോചനപരമായിട്ട് ഇത് കുരുക്കിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടുത്തെ സേനയെ ബോധിപ്പിക്കുകയും അതിന് പുറത്ത് എന്നെ വിടുകയും ചെയ്തു. പിന്നീട് 4-ാം തീയതി കേസിൻ്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടി പോത്തങ്കോട് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴാണ് അവിടെ നിന്നാണ് ഇത് പറയുന്നത്. ഇത് പോക്സോ ആക്ട് പ്രകാരം FIR രജിസ്റ്റർ ചെയ്തത്. അത് മേലിൽ നിന്നുള്ള പ്രഷർ കൊണ്ടാണ് ചെയ്തതെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, അപ്പോൾ ഞാനൊരു അഡ്വക്കറ്റിനായിട്ട് നമ്മുടെ ഒട്ടനവധി സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്ന് ആ സമയത്ത് സ്റ്റേഷനിൽ. അവരുടെ നിർദ്ദേശപ്രകാരം ഒരു അഡ്വക്കറ്റിനെ കോൺടാക്ട് ചെയ്താൽ പറഞ്ഞ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം എടുത്തിട്ട് മാത്രം ഇനി സ്റ്റേഷൻ ഹാജരാ മതി എന്ന് പറഞ്ഞ് ആ നിയമോപദേശപ്രകാരം ഞാൻ കൊച്ചിയിൽ എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോവുകയും അവിടെ നിന്ന് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുകയും ചെയ്തു. കൊടുത്ത വേറൊന്നുമല്ല, DGP കൊടുത്ത പരാതി അത് കൊടുത്തു. പിന്നെ ഈ കൊച്ചിൻ്റെ അച്ഛനമ്മയും കൊടുത്ത പോത്തങ്കോട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത ഒരു പരാതി, ഇത് രണ്ടുമാണ് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ സമർപ്പിച്ചപ്പോൾ കൊടുത്തത്. അത് പരിഗണിക്കുന്ന വേളയിൽ DGP കൊടുത്ത പരാതിയുടെ 2 ലൈൻ വീതം എല്ലാം 24 പേജുള്ള പരാതിയായിരുന്നു. അതിൻ്റെ 2 പേജ് വീതം കട്ടായിപ്പോയി. അപ്പോൾ വീണ്ടും പരിഗണിക്കാൻ വെച്ച സമയത്താണ് എന്നെ ഷാഡോ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് കൊച്ചിയിൽ നിന്ന്, എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്ന്, ഇളയമ്മയുടെ വീട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്യുന്നത്. അവിടെയായിരുന്നു ഞാൻ ആ സമയത്ത് താമസിച്ചിരുന്നത്. കാരണം വെച്ചാൽ ഇവിടുന്ന് പോയ ഉടനെ അവിടെയാണ് താമസിച്ചിരുന്നത്. അതിൻ്റെ വിശദമായ ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതല്ല. അന്ന് ഷാഡോ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കസ്റ്റഡി എടുത്ത് സീസ് ചെയ്ത് സാധനങ്ങൾ എനിക്ക് ഈ 2024 ജൂലൈ മാസം 9-ാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോത്തങ്കോട് പോലീസ് സ്റ്റേഷനിലെ FIR നമ്പർ 137/2017 റദ്ദ് ചെയ്തായിരുന്നു. ആ റദ്ദ് ചെയ്തതിൻ്റെ പുറത്ത് വെച്ചാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി 9/7/2024 ജഡ്ജ്മെൻറ്റ് പുറപ്പെടുവിച്ചു. ആ ജഡ്ജ്മെൻറ്റിൻ്റെ പുറത്തെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ആറ്റിങ്ങൽ പോക്സോ കോടതിയിൽ നിന്ന് 23/7/2024 ആ കേസ് തന്നെ റദ്ദ് ചെയ്തുകൊണ്ട് വിധി വന്നു. അപ്പോൾ അന്ന് വിധി വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ലാപ്ടോപ്പും 5 ഫോണും കോടതിയുടെ ബഹുമാനപ്പെട്ട കോടതിയുടെ കസ്റ്റഡി തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതിന് പെറ്റീഷൻ ഇട്ടു. അത് ഈ കഴിഞ്ഞ ദിവസം കിട്ടി. കഴിഞ്ഞ തിങ്കളാഴ്ച ആ ലാപ്ടോപ്പും 5 ഫോണും തിരികെ കിട്ടി. അപ്പോൾ ആ ലാപ്ടോപ്പാണ് ഈ കാണുന്ന ഡെല്ലിൻ്റെ ലാപ്ടോപ്പാണ് കാണുന്നത്. ലാപ്ടോപ്പ് പരിശോധിക്കില്ലെന്ന് പറഞ്ഞാൽ ലാപ്ടോപ്പിന് ഒരു കുഴപ്പമില്ല, ബാറ്ററി മാത്രം പോയതുണ്ട് ലാപ്ടോപ്പിൽ. അത് ഒരു മാറ്റി ഇപ്പം ഡയറക്റ്റ് കൊടുത്താൽ വർക്ക്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ 5 ഫോണാണ്. ഇതാണ് 5 ഫോൺ. 2017 ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നല്ല സ്ലിം ആയിട്ടുള്ള ജിയോയുടെ ഫോണാണ്. പക്ഷേ ഇപ്പം ഓപ്പൺ ആകുന്നില്ല, അത് ബാറ്ററി പോയെന്നാണ് തോന്നുന്നത്. പക്ഷേ ബൾജിങ് ഒന്നും കാണിക്കുന്നില്ല, അതേപോലെ തന്നെ ഇരിക്കുന്നു. ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട കോടതിയിൽ സൂക്ഷിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നശിഞ്ഞു പോകുന്ന വിചാരിച്ചു. പക്ഷേ എല്ലാം നല്ല ഭദ്രമായിട്ട് കവറിട്ട് സൂക്ഷിച്ചിരുന്നു. ഞാൻ പൊട്ടിക്കുമ്പോൾ ഞാനത് കണ്ടതാണ്, നല്ല ഭദ്രമായിട്ട് സൂക്ഷിച്ച് കഴിഞ്ഞു. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഫോണായിരുന്നു ജിയോനി. ഇപ്പോൾ കമ്പനി തന്നെ ഉണ്ടാകുന്നറിയില്ല, പക്ഷേ ശ്രമിക്കും ബാറ്ററിക്ക് വേണ്ടി. കാരണം മെമ്മറി കാർഡൊക്കെ എനിക്ക് കിട്ടി, അതിൻ്റെ കുറേ ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരുന്നു, അതെല്ലാം എനിക്ക് കിട്ടി. ഇത് ജിയോനിയുടെ തന്നെ ഞാൻ ആദ്യം ഉപയോഗിച്ചിട്ട് ഞാൻ പുതിയ ഫോൺ മേടിച്ചപ്പോൾ എൻ്റെ വൈഫിന് കൊടുത്താണ്. ഈ ഫോണിൽ നിന്നാണ് എൻ്റെ കേസിന് ആസ്പദമായ പെൺകുട്ടി കാമുകനായിട്ട് വിളിച്ച് കോൾ റെക്കോർഡ് ഇതിലുണ്ടായിരുന്നത്. ഇതും ബാറ്ററി ഒന്നും ഡാമേജ് ആയി കാണുന്നില്ല, പക്ഷേ
ഓപ്പൺ ആകുന്നില്ല. പക്ഷെ ഇത് ക്ലിയർ ആകും. ഇത് വൈഫിൻ്റെ ഫോണായിരുന്നു. അപ്പോൾ ഇതിൽ തന്നെ ഇഷ്ടംപോലെ 10-200 കോള് റെക്കോർഡുകളുണ്ട്. പോലീസ് പിടിച്ചപ്പോൾ ഞാനത് കാണിച്ചു കൊടുക്കുകയും പറയുകയൊക്കെ ചെയ്തതാണ്. പിന്നെ ഈ ഫോൺ എന്ന് പറഞ്ഞാൽ ഇതാണ് എന്താ പറയുക, ഗുരുദത്തസ്വാമി ചില ഇല്ലീഗൽ ആക്ടിവിറ്റീസിന് വേണ്ടി പൈസ എന്നെ കൊണ്ട് വാങ്ങിച്ചു. പക്ഷെ എന്നെനിക്ക് കാര്യം മനസ്സിലായില്ല. സെക്യൂരിറ്റി പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സുരക്ഷയ്ക്ക് ആവശ്യമായ കാര്യങ്ങളാണ് ഇതിലൂടെ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വാങ്ങിപ്പിച്ചത്. പക്ഷേ ഈ ഫോണിലൂടെ അദ്ദേഹം കൈകാര്യം ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അതൊക്കെ നിയമപരമായിട്ട് ഇരിക്കൊണ്ട് ഞാനിപ്പോൾ വെളിയിൽ പറയുന്നില്ല. പക്ഷേ എന്താ പറയുക, ഇതിൽ നിന്നാണ് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തെക്കുറിച്ച്. അദ്ദേഹം ആരാണെന്ന്, എത്ര ഫ്രോഡാണെന്ന് മനസ്സിലായതെന്ന് വെച്ചാൽ ഇതിലൂടെയും. ഒട്ടനവധി കാര്യങ്ങളുണ്ട്. പക്ഷെ എന്നാലും കൂടുതൽ ആഴത്തിൽ മനസ്സിലായത്. കാരണം നമ്മൾക്ക് കേട്ടറിവല്ല, കണ്ടറിവും അനുഭവിച്ചറിയാന്ന് പറയുന്നത്. കണ്ടും അനുഭവിച്ചറിയുമ്പോഴാണ് നമ്മൾ തന്നെ നിറ, അല്ലാതെ ദൂരെ നിന്ന് ആരെങ്കിലും പറഞ്ഞത് കേട്ടോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും വായിച്ചറിഞ്ഞതോ അല്ല. കൂടെ നിന്ന് കണ്ട് കൊണ്ടും അനുഭവിച്ചും പഠിച്ചതാണ് ഇയാളെ കുറിച്ച്. അതുകൊണ്ട് അതിനൊരിക്കലും മറ്റൊന്നിനെ തുലനം ചെയ്യാൻ പറ്റില്ല. ചില ആൾക്കാർ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞെന്ന് പറയുന്നത് പോലെ അല്ല ഇത്. അപ്പോൾ ഇതും ഓപ്പൺ ആകുന്നില്ല, പക്ഷെ ഓപ്പൺ ആക്കുന്നു. ഈ ഫോൺ എന്ന് പറഞ്ഞാൽ ആ 2016 കാലഘട്ടത്തിൽ ജിയോ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അവരിറക്കിയ ഫോണാണ്. ഞാൻ ഒരു ജിയോയുടെ സിമ്മിന് വേണ്ടി ശ്രമിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ 12,000-14,000 രൂപ ആയിരുന്നു ഈ ഫോണിന് അന്നത്തെ വില. എന്നുവെച്ചാൽ ഒരു ദിവസം 10 GB ഫ്രീ ആയിട്ട് ഉപയോഗിക്കും നെറ്റ്. അതാണ് ഈ ഫോണിൻ്റെ അല്ലെങ്കിൽ ഈ ജിയോയുടെ അന്നത്തെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ. മറ്റുള്ള നെറ്റിനൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പൈസ ആയിരുന്നു. ആ സമയത്ത് എടുത്ത ഫോണാണ്, നെറ്റ് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം എടുത്ത ഫോണാണ്. എന്നുവെച്ചാൽ ഒരു ദിവസം 10 GB ഫ്രീ ആയിട്ട് കിട്ടുമായിരുന്നു ഇതിൽ. ഒറ്റ പ്രാവശ്യം എടുത്താൽ മതി. ഈ ഫോൺ എടുത്തു കഴിഞ്ഞാൽ സിം ഫ്രീ, നെറ്റ് ഫ്രീ, ഒരു വർഷത്തെ. അങ്ങനെ എടുത്ത ഫോണാണ്. അപ്പോൾ ഇതിലൂടെ ഇത് ഒത്തിരി പ്രയോജനപ്പെട്ടിട്ടുള്ളതാണ് ആ സമയത്ത്. ഇതും ബാറ്ററി ഡാമേജ് ആയെന്ന് തോന്നുന്നു. ഇതും ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കും. ഇത് ലാവയുടെ ഫോണാണ്. ലാവ എന്ന് പറയുന്ന കമ്പനിയാണ്. നല്ല പിക്ചർ ക്വാളിറ്റിയാണ്, നല്ല വീഡിയോ, നല്ല ക്ലാരിറ്റിയാണ് ഇതിൻ്റെ വീഡിയോ. അപ്പോൾ ഈ ഫോണാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ റെക്കോർഡ്സുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ച ഫോണെന്ന് പറയുന്നത്. ഇതിപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത്. ഇത് മാത്രമാണ് എന്താ തുറന്ന് കിട്ടിയത്. കാരണം വെച്ചാൽ വേറെ ഒന്നുമില്ല, ഇതിൻ്റെ ബാറ്ററി ബൾജ് ചെയ്ത് ഇരിക്കുന്നുണ്ട്. കാണുമ്പോൾ അറിയാൻ പറ്റും, വീർത്തിരിക്കുന്നത്, അടയുന്നില്ല ഇത്. കാരണം കുറേ പുറത്തേക്ക് തള്ളിപ്പോകുന്നു. അങ്ങനെ സ്വന്തമായിട്ട് തള്ളിപ്പോകുന്നത് ഈ ഫോൺ മാത്രമാണ് അതിൽ തുറന്ന് ഞാൻ കണ്ടത് പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ. എന്നുവെച്ചാൽ ഓരോന്നും നല്ല കർട്ടൻസ് കവറിട്ട് നല്ല ഭദ്രമായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഈ ഫോണുകളുടെ അന്ന് എൻ്റെ പോക്സോ കേസ് പ്രമാണിച്ച് എൻ്റെ നിന്ന് പോലീസ് സീസ് ചെയ്ത സാധനങ്ങളാണ്. അതെനിക്ക് തിരിച്ചു കിട്ടി. അത് ഫോണുകൾ മാത്രം, ലാപ്ടോപ്പ് ഓക്കെ ആയി, പക്ഷേ അതിൻ്റെ ബാറ്ററി മാത്രമേ പോകുള്ളൂ. ഫോണുകൾ തുറക്കണം ഇനി. അത് ഞാൻ ഏത് വിധേനയും തുറക്കും. കാരണം വെച്ചാൽ എനിക്ക് ഒത്തിരി എവിഡൻസുകൾ ഇതിലുള്ളതാണ്, രേഖകളുള്ളതാണ്. അപ്പോൾ അത് ഇതിൽ മാത്രമല്ല, പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ എന്നെ അതിശയിപ്പിച്ചൊരു സംഭവമുണ്ട്. എന്നുവെച്ചാൽ ഇതിലുള്ള എല്ലാ റെക്കോർഡ്സും പോലീസ് പിടിക്കുമ്പോൾ, ഷാഡോ പോലീസിൻ്റെ അറസ്റ്റ് ചെയ്യുമ്പോൾ പറഞ്ഞാൽ ഇതിലെല്ലാം ഒട്ടനവധി രേഖകൾ 2 TB ഹാർഡ് ഡിസ്കിൻ്റെ ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ആ 2 TB ഹാർഡ് ഡിസ്കിൽ എല്ലാ രേഖകളും ഉണ്ടായിരുന്നു. അതിവരെന്ന് വെച്ചാൽ എന്നെ അറസ്റ്റ് ചെയ്ത് സർക്കിൾ ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ചിട്ടാണ് ഓരോ ഫോണുകളും എഴുതിയെടുക്കുകയും എല്ലാം ചെയ്തത്. അപ്പോൾ ഇവരെന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ചാർജർ, ഈ ലാപ്ടോപ്പിൻ്റെ ചാർജർ, ഫോണിൻ്റെ ചാർജറുകളൊക്കെ എടുത്തിട്ട് പറഞ്ഞ് ഇതൊന്നും നമുക്കിതിൽ വെക്കണ്ട, നമുക്കിത് ചന്ദ്രബാബു ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ, അവർക്കറിയാമല്ലോ ജയിലിൽ പോകുന്നുള്ളത്, ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അത് ഇവിടെ വന്ന് ചോദിച്ചാൽ മതി, അത് നമ്മൾ തന്നോളാം എന്ന് പറഞ്ഞിട്ട് ഒരു കവറിനകത്താക്കി. ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ അവർ വിചാരിച്ച് പവർ ബാങ്ക് ആണെന്ന് വിചാരിച്ചു. അപ്പോൾ അത് എന്താ പറയുക, ഒരു ഗുരുവിൻ്റെ ഇടപെടലോ ദൈവികമായ ഇടപെടലോ ഒക്കെ ആയിരിക്കും അതിൻ്റെ പിന്നിലെന്ന് പറഞ്ഞാൽ. അപ്പം ഞാനത് ഇതായി വെക്കാൻ പോയില്ല. അത് പവർ ബാങ്ക് അല്ല, ഹാർഡ് ഡിസ്ക് ആണെന്ന് പറയാൻ പോയില്ല. അവരത് കെറ്റി മാറ്റി വെക്കുകയും ഇതാണ് അതിലെല്ലാ റെക്കോർഡ്സിലും എഴുതിയത്. ഇതെല്ലാം ഇതിൻ്റെ കളറ്, ഈ ഫോൺ ഏത് കമ്പനിയാണ്, എൻ്റെ കാര്യങ്ങളെല്ലാം എഴുതി, അവർ കളറെല്ലാം എഴുതി. അപ്പോൾ അത് ഞാൻ മിണ്ടിയില്ല. കാരണം അത് കഴിഞ്ഞ് അത് വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഞാൻ എന്നെ റിമാൻഡ് ചെയ്ത് കഴിഞ്ഞ്, ബഹുമാനപ്പെട്ട ആറ്റിങ്ങൽ കോടതിയിൽ നിന്ന് റിമാൻഡ് ചെയ്ത് കഴിഞ്ഞ് ആദ്യം പോയത് ആറ്റിങ്ങൽ സബ് ജയിലാണ്.
ആ സബ് ജയിലിൽ ചെന്നപ്പോഴും എൻ്റെ ചിന്ത മൊത്തം ഇതിനകത്തായിരുന്നു. കാരണം ഇതിവർ റെക്കോർഡ് ചെയ്യാത്ത സ്ഥിതിക്ക് ഇത് ഇനി ഇവർ എന്താ പറയുക എടുത്തു മാറ്റുമോ, ഇവർ ബോധപൂർവം ചെയ്തതാണോ, ഹാർഡ് ഡിസ്കിനെ കണ്ടിട്ട് പവർ ബാങ്ക് ആണെന്ന് ഇവർ എന്നെ മനസ്സിൽ രജിസ്റ്റർ ചെയ്യിച്ചിട്ട് അത് അടിച്ചു മാറ്റുമെന്ന് എനിക്ക് ധാരണയുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. ഞാൻ 10 ദിവസം ആറ്റിങ്ങൽ സബ് ജയിലിൽ, പിന്നെ അവിടെ ജയിലിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റപ്പെടുകയുണ്ടായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ മാറ്റപ്പെടുന്ന സമയത്ത് എൻ്റെ ചിന്താഗതി മൊത്തം എന്ന് വെച്ചാൽ ഈ ഹാർഡ് ഡിസ്കിനെ കുറിച്ചായിരുന്നു ഏറ്റവും കൂടുതൽ ചിന്താഗതി. ഒട്ടനവധി കാര്യങ്ങളുണ്ടായിരുന്നു, എന്നാലും ഏറ്റവും കൂടുതൽ ഞാൻ ചിന്തിച്ചതെന്ന് വെച്ചാൽ എൻ്റെ ചിന്തയിൽ 60% എന്ന് വെച്ചാൽ അതിന് എനിക്ക് തിരിച്ചു കിട്ടുമോ. കാരണം കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ 7 വർഷമായി. 7 വർഷം കേസ് നടന്നതിന് ശേഷം കിട്ടിയതാണ്, നിസ്സാര വർഷമല്ല. ഇതെല്ലാം നശിച്ചുകൊണ്ട് സമയം കഴിഞ്ഞു. പക്ഷേ ലാപ്ടോപ്പ് അതിനെ അതിശയിപ്പിക്കുന്നു. അധികം ബുദ്ധിമുട്ടില്ലാതെ ഓപ്പണായി. ബാറ്ററി മാത്രം മാറ്റിയതല്ല, ബാറ്ററി ഊരി വെച്ചു, ബാക്കിയൊന്നും കുഴപ്പമില്ല. പിന്നെ അത് കൂടാതെ പറഞ്ഞാൽ ഈ പോയി വന്നതിന് ശേഷം ഇവർ കുറ്റപത്രം കൊടുക്കുന്നവരെ ഒപ്പിടണം. 8 ആഴ്ച പോയി പോത്തൻകോട് സർക്കിൾ ഓഫീസിൽ ഒപ്പിടണമായിരുന്നു. അപ്പോൾ അങ്ങനെ പോയ സമയത്ത് ആദ്യം ചെന്നപ്പോൾ തന്നെ ഞാൻ ചോദിച്ചപ്പോൾ തന്നെ ആ കിറ്റ് അവരെടുത്ത് തന്നു. കിറ്റ് തന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഹാർഡ് ഡിസ്ക് ഒരു കുഴപ്പമില്ലാതെ ചാർജർ, ഹാർഡ് ഡിസ്ക്, സാധനം എല്ലാം കൂടി തിരിച്ചു തന്നു. അതെനിക്ക് ഭയങ്കര ഒരു, കാരണം വെച്ചാൽ ഞാനന്നത് അവിടെ റെക്കോർഡ് ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് ഹാർഡ് ഡിസ്കും എനിക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത പരുവത്തിലായാലേ ചിലപ്പോൾ. പക്ഷെ അതൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. അപ്പോൾ ഇത് കിട്ടിയ ഒരു വിശേഷം പങ്കുവെക്കാനാണ്. അതും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോൾ ശാന്തിനി ആശ്രമത്തിലെ സിദ്ധ മെഡിക്കൽ കോളേജിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടാകും. അപ്പോൾ ആ പരാമർശം പ്രകാരം എന്ന് പറഞ്ഞാൽ എന്നെ പോത്തൻകോട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു. അതായത് ശാന്തിനി ആശ്രമത്തിലെ സിദ്ധ കോളേജിലെ കുട്ടികളും അവിടുത്തെ പ്രിൻസിപ്പാളും ഒരു പരാതി കൊണ്ടു തന്നിട്ടുണ്ട്. അപ്പോൾ താങ്കളൊന്ന് വരുമോ ചന്ദ്രബാബു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് കൃത്യമായിട്ടും വരാം സാറേ, അങ്ങനെ പരാതി തന്നിട്ട് ഞാൻ വരാം. പക്ഷെ വേറെ കാര്യമുണ്ട്, 2021 ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് എനിക്കൊരു എന്താ പറയുക വിധി കിട്ടിയിട്ടുണ്ട്. കാരണം പോലീസ് ഹരാസ്മെൻറ്റിന് നമ്മൾ കൊടുത്ത ഒരൊട്ടിൽ വിധി കിട്ടിയതെന്ന് വെച്ചാൽ, പോലീസ് സ്റ്റേഷനിൽ നിന്ന് നോട്ടീസ് അയച്ച് വിളിപ്പിക്കണം മെറിറ്റുള്ള കേസുകളെ FIR ഇടുക. കാരണം വെച്ചാൽ അതിന് മുമ്പ് എൻ്റെ പേരിൽ തന്നെ കുറേ FIR ഇട്ടിട്ടുണ്ട്, ഞാൻ അറിയാതെ തന്നെ. അത് തുണി എന്ന് പറയുന്ന ഒരു സൈറ്റ് വഴി നമ്മൾ എടുത്ത് വെക്കണമായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം എൻ്റെ പേരിൽ എവിടെയൊക്കെ FIR വരുന്നുണ്ടെന്നുള്ള അറിയാനൊരു സംവിധാനമായിട്ട് തുണി എന്ന് പറഞ്ഞൊരു സൈറ്റിൽ നിന്ന് ഞാനെല്ലാം എൻ്റെ പേര് വരുന്നതൊക്കെ മാറ്റുമായിരുന്നു, ശാന്തിനി ആശ്രമം കൊടുത്തിട്ട് വരുന്നത്. അപ്പോൾ അതും പ്രകാരം എന്ന് പറഞ്ഞാൽ ഇവർ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ആ വിധി പ്രകാരം എനിക്ക് നോട്ടീസ് അയച്ചാൽ ഞാൻ വന്ന് പൊടി തരും. മെറിറ്റുള്ള കേസാണെങ്കിൽ നിങ്ങൾക്ക് കേസ് ഫയൽ ചെയ്യാം, കോടതി മുഖാന്തരം ഞാനത് ഫേസ് ചെയ്തോളാം. അപ്പോൾ അത് പ്രകാരം എനിക്ക് തോന്നി കോടതി പിന്നെ പോത്തൻകോട് പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഇന്ന് വരെ ശാന്തിനി ആശ്രമം കൊടുത്തിരിക്കുന്ന എല്ലാ പരാതികളും ഞാൻ കൊടുത്തിരിക്കുന്നു, അവർ കൊടുത്തിരിക്കുന്നു, അതിൻ്റെ പുറത്തുള്ള എല്ലാ അന്വേഷണ റിപ്പോർട്ടുകളും കോടതി വിധികളുടെയും കോപ്പി എടുക്കണമെന്ന് തോന്നി. അപ്പോൾ അത് പ്രകാരം ഞാൻ ഒരു വിവരാവകാശം ആവശ്യം. ആ വിവരാവകാശം ഞാനിവിടെ വായിക്കാം. ആ വിവരാവകാശ ഇതാണ് വിവരാവകാശ അപേക്ഷ, റെസീപ്റ്റ്, പിന്നെ എന്താ പറയുക അക്നോളജ്മെൻറ്റ് കാർഡ്. പിന്നെ ഇത് അയച്ചതിൻ്റെ ഞാൻ ഏകദേശം ഒന്ന് വായിക്കാം, എന്നാലേ മനസ്സിലാവും. എന്നുവെച്ചാൽ വിവരാവകാശ നിയമം, രജിസ്റ്റേർഡ് വിത്ത് ID, പിന്നെ ഡേറ്റ്, പിന്നെ നമ്പർ, പിന്നെ പ്രേക്ഷിത ചന്ദ്രബാബു CP, അതായത് ഞാൻ, സ്വീകർത്താവ് SBIO പോലീസ് സ്റ്റേഷൻ പോത്തൻകോട് തിരുവനന്തപുരം. പിന്നെ വിഷയം വിവരാവകാശ നിയമം 2005 അനുസരിച്ചുള്ളത്. പിന്നെ സൂചന, നിലവിലെ ശാന്തിനി ആശ്രമ ഭരണാധികാരികളും ശാന്തിനി അനുബന്ധ സ്ഥാപനങ്ങളും ചന്ദ്രബാബു CP എന്ന ഞാനുമായുള്ള 2016 മുതൽ 11/10/2024 വരെയുള്ള നിയമപരമായുള്ള പരാതികളുടെയും കേസുകളുടെയും പോലീസ് സ്റ്റേഷനിലുള്ള മുഴുവൻ വിവരങ്ങളും രേഖകളും കിട്ടുന്നത് സംബന്ധിച്ചുള്ളത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ 18/6/2014 ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന DGP ലോക്നാഥ് ബെഹ്റ സാർ സമക്ഷം ഞാൻ നൽകിയ പരാതിയായ പെറ്റീഷൻ നമ്പർ K4 10/1063/2016 പ്രകാരമുള്ളത് പോലീസ് സ്റ്റേഷനിൽ 3/7/2016 അന്വേഷണം വന്നിരിക്കുന്നതായി രേഖകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നു. ആയതിനാൽ ആ പരാതിയുടെ ഒരു കോപ്പിയും ആ പരാതിയിൽ പ്രകാരം സ്വീകരിച്ചിട്ടുള്ള എല്ലാ നടപടികളുടെയും സാക്ഷിമൊഴികളുടെയും വ്യക്തതയുള്ളതും പൂർണ്ണമായ കോപ്പികൾ ആവശ്യമാണ്. മറ്റൊന്നുമല്ല, ഞാൻ കേരള DGPക്ക് കൊടുത്ത 2016 കൊടുത്ത ആ പരാതിയുടെ കോപ്പിയും അതിൻ്റെ പേരിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നതിൻ്റെയും സാക്ഷിമൊഴികളുടെയും എല്ലാം കോപ്പികൾ കിട്ടുന്നതിന് വേണ്ടിയാണ് ഒന്നാമത്. രണ്ടാമെന്ന് പറഞ്ഞാൽ കേരള സംസ്ഥാന കുറച്ച് വിട്ടുപോയെന്ന് തോന്നുന്നു 18/6/2014 ശാന്തിനി ആശ്രമത്തിലെ അമൃതാഞ്ജനി ഗുരുരത്നസ്വാമി എന്നിവർക്കെതിരെ ഞാൻ പരാതി നൽകിയതിനു ശേഷം ശാന്തിനി ആശ്രമത്തിലെ ഇപ്പോഴത്തെ ഭരണാധികാരികളും അനുബന്ധ ശാന്തിനി സ്ഥാപനങ്ങൾ വഴിയും എനിക്കെതിരെ പോലീസ് സ്റ്റേഷൻ നൽകിയിട്ടുള്ള വിവിധ പരാതികളുടെ കോപ്പിയും ആ പരാതിയിൽ എന്തെല്ലാം
ഏതിനെല്ലാം FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാ കോപ്പികളും ആ FIR രജിസ്റ്റർ ചെയ്യുന്നതിൽ T പോലീസ് സ്റ്റേഷനിൽ എല്ലാ നടപടികളുടെയും കോപ്പികളും സാക്ഷിമൊഴികളുടെയും അനുബന്ധ കോടതി വിധികളുടെയും പൂർണ്ണമായതും വ്യക്തമായ കോപ്പികൾ ആവശ്യമാണ്. മറ്റൊന്നുമല്ല, ഈ 2016 ഞാൻ DGPക്ക് പരാതി കൊടുത്തില്ലേ, അതിനുശേഷം ശാന്തിഗിരി ആശ്രമത്തിൽ നിന്ന് എനിക്കെതിരെ എന്തെല്ലാം പരാതി കൊടുത്തിട്ടുണ്ട്, ശാന്തിഗിരി ആശ്രമം മാത്രമല്ല അനുബന്ധ സ്ഥാപനങ്ങൾ എന്തെല്ലാം പരാതികൾ കൊടുത്തിട്ടുണ്ട്, ആ പരാതികളുടെ കോപ്പിയും അതിൻ്റെ പുറത്ത് FIR കോപ്പികൾ, അനുബന്ധ സാക്ഷിമൊഴികൾ, അതിൻ്റെ പുറത്തുള്ള കോടതി വിധികൾ, ഇതെല്ലാം ചോദിച്ചുകൊണ്ടാണ് ഒരു രണ്ടാമതായി കൊടുത്തിരിക്കുന്നത്. മൂന്നാമതെന്ന് പറഞ്ഞാൽ 2016 മുതൽ ശാന്തിഗിരി ആശ്രമത്തിൽ ഇപ്പോഴത്തെ ഭരണാധികാരികളുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ഞാൻ T പോലീസ് സ്റ്റേഷനിൽ നൽകിയിരിക്കുന്ന വിവിധ പരാതികളുടെ കോപ്പികളും അവയിൽ T പോലീസ് സ്റ്റേഷനിൽ സ്വീകരിച്ചിരിക്കുന്ന നടപടികളുടെ എല്ലാ കോപ്പികളും ആവശ്യമാണ്. കാരണമല്ല, ഞാൻ DGPക്ക് കൊടുത്ത പരാതിന് ശേഷം ശാന്തിഗിരി ആശ്രമത്തിൽ എന്ന് വെച്ചാൽ 2016 കൊടുത്തിരിക്കുന്നത് മുതൽ ശാന്തിഗിരി ആശ്രമത്തിൽ ഇപ്പോഴത്തെ ഭരണാധികാരികൾക്കെതിരെ ഞാൻ കൊടുത്തിരിക്കുന്ന പരാതികളുടെ കോപ്പിയും അതിന്മേൽ സ്വീകരിച്ചിരിക്കുന്ന നടപടികളുടെ രേഖകളുടെ കോപ്പികൾക്ക് വേണ്ടിയാണ്. നാലാമതെന്ന് പറഞ്ഞാൽ ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി ഗുരുരത്നസ്വാമി എന്നറിയപ്പെടുന്ന ആളുടെ പേരിൽ തന്മഹിമ S എന്ന് നൽകിയിട്ടുള്ള ഒരു പരാതിയുടെ കോപ്പിയും അതിന് പ്രകാരം T പോലീസ് സ്റ്റേഷനിൽ FIR നമ്പർ 617/2018 പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന FIR കോപ്പിയും T കേസിൽ ഞാനടക്കമുള്ള എല്ലാ സാക്ഷികളും നൽകിയിരിക്കുന്ന സാക്ഷിമൊഴികളുടെ കോപ്പികളും പ്രതിയായ ഗുരുരത്നസ്വാമിയുടെ മൊഴിപ്പറപ്പിന്റെ കോപ്പിയും ആവശ്യമാണ്. പക്ഷെ പറഞ്ഞല്ല, 2018 ഇദ്ദേഹത്തിനെ കുറിച്ച് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തനിമഹിമ S എന്ന് പറയുന്ന എൻ്റെ അനിയൻ്റെ ഭാര്യ കൊടുത്ത പരാതിയിൽ ബന്ധം ഒരു പീഡന പരാതിയുടെ പേരിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഞാനും മൊഴി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മൊഴിപ്പറപ്പ് എനിക്ക് ആവശ്യമാണെന്ന് പറഞ്ഞാണ് കൊടുത്തത്. ആ മൊഴിപ്പറപ്പ് എന്ന് വെച്ചാൽ എൻ്റെ പരാതി FIR അതിൽ കൊടുത്തിരിക്കുന്ന മൊഴികളുടെ പകർപ്പുകൾ, രേഖകൾ എന്തെങ്കിലും ഉണ്ട് അതെല്ലാം തരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് പ്രകാരം എന്ന് പറഞ്ഞാൽ മിനിഞ്ഞാവുന്ന, അതായത് വ്യാഴാഴ്ച അത് മിനിഞ്ഞാവുന്ന വെള്ളിയാഴ്ച എനിക്ക് അതിൻ്റെ രേഖകൾ കിട്ടി. കാരണം വെച്ചാൽ ഈ 210 രൂപ അതിന് അടച്ചതിന് ശേഷമാണ് രേഖകൾ കിട്ടിയത്. ട്രഷറി പോർത്തുങ്കൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞ് അതിന് ശേഷം എന്ന് പറഞ്ഞാൽ 70 പേജുകളുണ്ട്. ആ പേജുകൾക്ക് 210 രൂപ, ഒരു കോപ്പിക്ക് 3 രൂപ വെച്ച് 210 രൂപ അടക്കണമെന്ന് പറഞ്ഞിട്ട് പോത്തങ്കോട് പോലീസ് സ്റ്റേഷനിലെ ആ ഇത് പ്രകാരം അവരുടെ ഹെഡിൽ അടച്ചു. ട്രഷറിയിൽ അക്ഷയ മോതിരം അടച്ചിട്ട് അതിൻ്റെ കോപ്പി ഇല്ല, റെസീപ്റ്റ് അയച്ചു കൊടുത്തു പോത്തങ്കോട് പോലീസ് സ്റ്റേഷനിൽ. അതാണിത്. അപ്പം അതിന് പ്രകാരം എന്ന് പറഞ്ഞാൽ മിനിഞ്ഞാവുന്ന, അതായത് വെള്ളിയാഴ്ച എനിക്ക് പോസ്റ്റ് ഓഫീസ് വഴി അത് കിട്ടി. അപ്പോൾ അതിൻ്റെ മറുപടിയാണിത്. അതിൻ്റെ രേഖകൾ ഞാൻ കാണിക്കും. മറുപടി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, 2016 താങ്കൾ നൽകിയ പരാതിയുടെ രേഖകൾ സ്റ്റേഷൻ രേഖകൾ പരിശോധിച്ചതിൽ ലഭ്യമായിട്ടില്ലാത്തതാവുന്നു. എന്നുവെച്ചാൽ ഞാൻ കൊടുത്ത പരാതി കോപ്പിയൊന്നും അവിടെ ഇല്ലെന്ന്. ഒന്ന് 2016 കൊടുത്തു. അടുത്തത് രണ്ടാമതെന്ന് വെച്ചാൽ അതാണ് രസം. ക്രൈം നമ്പർ 372/2022 നമ്പർ കേസിൻ്റെ രേഖ എന്ന് വെച്ചാൽ 30 പേജുള്ള രേഖകളാണ്. 30 പേജല്ല. ആ രേഖകളിൽ ഞാൻ പരിശോധിച്ചതെന്ന് വെച്ചാൽ KR ചന്ദ്രബാബു, വേറെ എവിടെയോ കൊടുക്കുന്ന ഒരു ചന്ദ്രബാബുവിൻ്റെ അദ്ദേഹത്തിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് 30 രേഖകളാണ്, 30 പേജുള്ള പേപ്പറുകളാണ് എനിക്ക് അയച്ചിരുന്നത്. മനസ്സിലായി? 30 ഷീറ്റ് ഉണ്ട്. എന്നുവെച്ചാൽ എനിക്ക് കിട്ടിയ രേഖകളിൽ പകുതിയിൽ കൂടുതൽ ഇതാണ്. അപ്പോൾ ഇത് അപ്പീൽ ചെയ്യാൻ പോകുന്നുണ്ട്. കാരണം കൃത്യമല്ലാത്തതും വ്യക്തമല്ലാത്തതും ആയ രേഖകൾ ആണ് എനിക്ക് തന്നിരിക്കുന്നത്. അത് തെറ്റിദ്ധരിപ്പിക്കുന്ന രേഖകൾ. അപ്പം ഇത് KR ചന്ദ്രബാബു, വേറെ ഏതൊരു കേസും അദ്ദേഹത്തിൻ്റെ FIR, മൊഴികൾ, എല്ലാ സാധനവും ഉണ്ട് ആ കേസുമായിട്ട് ബന്ധപ്പെട്ട. 30 ഷീറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ 30 പേജോ 30 ഷീറ്റോ മറ്റേ ഉണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഞാൻ പറയാൻ വന്നത് അതല്ല. പറയാൻ വന്നതെന്ന് വെച്ചാൽ തനിമഹിമ S-ന്റെ പരാതിയുടെ പുറത്തുള്ള ആ FIR കോപ്പിയും അതിൻ്റെ സാക്ഷിമൊഴികളും എൻ്റെ സാക്ഷിമൊഴികളും ഗുരുരത്നസ്വാമി എന്ന് പറഞ്ഞ പ്രതിയുടെ മൊഴിയും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ കേസ് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാതെ വെച്ചെന്ന് വെച്ചാൽ തെളിയിക്കാൻ പറ്റാത്ത രീതിയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന കേസാണ്. എന്നുവെച്ചാൽ FIR നമ്പർ 617/2018 ആ FIR പ്രകാരം വെച്ചാൽ ആ കേസ് തെളിയിക്കാൻ പറ്റാത്ത രീതിയിൽ പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഇപ്പോഴും ഇരിക്കുകയാണ്. അതിന് ജീവിതാന്ത്യം വരെ തെളിയുമോ എന്ന് എനിക്കറിയില്ല. അതിങ്ങനെ നിലനിൽക്കുമെന്ന് തോന്നുന്നു. അതറിയിക്കട്ടെ. എനിക്ക് ഇതിൽ പറയാൻ ആഗ്രഹിച്ചതെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഞാൻ 18 ലക്ഷം രൂപ ശാന്തിഗിരി ആശ്രമത്തിൽ ഡിപ്പോസിറ്റ് ചെയ്തതിനെ കുറിച്ച് ഒരു പരാതി കൊടുത്തിരുന്നു. ആ പരാതിയുടെ കോപ്പിയും അതിൽ എൻ്റെ മൊഴിയുടെ കോപ്പിയും എല്ലാം ഇതിലുണ്ട്. അവർ അന്വേഷണ റിപ്പോർട്ടുകളും എല്ലാം ഉണ്ട്. അപ്പോൾ അതിലെന്ന് വെച്ചാൽ
ഈ റെസീപ്റ്റ് ശാന്തി എന്ന് വെച്ചാൽ അമൃതാജന്യ, ഗുരുരത്നസ്വാമി, നിർമ്മലാജന്യ, സുധീന്ദ്ര തീർത്ഥൻ, ഈ 4 പേരുടെ പേരിലാണ് പരാതി കൊടുത്തിരിക്കുന്നത്. അതിൽ സുധീന്ദ്ര തീർത്ഥൻ എന്ന് പറഞ്ഞ ആളുടെ ഇത് മാത്രം, മൊഴി മാത്രം എടുത്തിട്ടുണ്ട് പോലീസ്. അമൃതാജന്യയുടെ ഇല്ല, ഗുരുരത്നസ്വാമിയുടെ ഇല്ല, ഫിനാൻസ് സെക്രട്ടറി നിർമ്മലാജന്യയുടെ ഇല്ല. ആ റെസീപ്റ്റ് തന്നേക്കുന്നത് സുധീന്ദ്ര തീർത്ഥന്റെ മാത്രം ഇതുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊന്ന് പറയണമെന്നുണ്ട്. കാരണം വെച്ചാൽ സുധീന്ദ്ര തീർത്ഥൻ കൊടുത്തേക്കുന്ന മൊഴിയും അതിന് അനുബന്ധമായ ഒരു വീഡിയോ ഞാൻ കാണിക്കും. ഇതിന്റെ അന്വേഷണ റിപ്പോർട്ടുകൾ പോലീസ് SP സമർപ്പിച്ചിരിക്കുന്നതും ഞാൻ കാണിച്ചു തരാം, അല്ല വായിച്ച് കേൾപ്പിച്ചു തരാം. അപ്പൊ അതൊന്ന് കേൾക്കും. കോലിയക്കോട് വില്ലേജിൽ പൂലന്തറ വാർഡിൽ ശാന്തി പുഷ്പത്തിൽ ശിവദാസൻ മകൻ സുധീന്ദ്ര തീർത്ഥൻ 47 വയസ്സ്. ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഞാൻ ശാന്തിഗിരി ആശ്രമത്തിൽ നിലവിൽ സീനിയർ മാനേജർ ബ്രാക്കറ്റിൽ അഡ്മിനിസ്ട്രേഷൻ ആയി ജോലി നോക്കി വരുന്നു. വീട്ടിൽ അമ്മയും ഭാര്യയും 2 കുട്ടികളുമായി താമസിക്കുന്നു. ഞാൻ 1999 മുതൽ ശാന്തിഗിരിയിൽ കാഷ്യറായി പ്രവർത്തിച്ചു വരുന്നു. കോലിയക്കോട് വില്ലേജിൽ ശാന്തിഗിരി ജനപ്രിയ വിലാസം വീട്ടിൽ ചന്ദ്രബാബുവിനെ ശാന്തിഗിരി ആശ്രമ സ്റ്റാഫ് എന്ന നിലയിലേക്ക് അറിയാം. അത് 2010 ശേഷം മാത്രമാണ് എനിക്കറിയാവുന്നത്. 1999 മുതൽ 2008 കാലഘട്ടം വരെ ഞാൻ ശാന്തിഗിരി ആശ്രമം യൂണിറ്റായ ശാന്തിഗിരി ആശ്രമം ആയുർവേദ ആൻഡ് സിദ്ധവൈദ്യശാലയിൽ ആണ് കാഷ്യറായി ജോലി നോക്കി വന്നിരുന്നത്. 2009 മുതൽ ശാന്തിഗിരി ആശ്രമത്തിന്റെ സെൻട്രൽ ഓഫീസിലേക്ക് ഫിനാൻസ് ഓഫീസറായി മാറുന്നു. ഈ കാലഘട്ടം മുതൽ ഞാൻ ശാന്തിഗിരി ആശ്രമത്തിന്റെ ബാങ്കിങ് കാര്യങ്ങൾ മാത്രമാണ് നോക്കിയിരുന്നത്. ആശ്രമത്തിന്റെ ഫർണശാല പണിയുന്ന ആവശ്യത്തിലേക്ക് ശ്രീ ചന്ദ്രബാബുവിനോട് ഞാൻ യാതൊരു പൈസയും നൽകുവാൻ ആവശ്യപ്പെട്ടിട്ടില്ല. 2008 ആശ്രമത്തിൽ പർണശാല പണിയുന്നതിന് വേണ്ടി ഞാൻ 18 ലക്ഷം രൂപ ഡിപ്പോസിറ്റായി നൽകാൻ ആവശ്യപ്പെട്ടു എന്ന് പറയുന്നത് തികച്ചും വ്യാജമാണ്. മാത്രമല്ല 2008 വാങ്ങിയെന്ന് പറയുന്ന 18 ലക്ഷം രൂപയ്ക്ക് 13/4/2016 നമ്പർ 63 പ്രകാരം ഫിനാൻസ് ഓഫീസറായി ഞാൻ രസീത് നൽകിയെന്ന് പറയുന്നത് തികച്ചും വസ്തുതാവിരുദ്ധമാണ്. ഇതാണ് പോയിന്റ്. ഇതിന്റെ വീഡിയോ ഞാൻ കാണിക്കുന്നു. ഈ റെസീപ്റ്റ് തന്നതിനെ കുറിച്ചുള്ള വീഡിയോയാണ്. മാത്രമല്ല പ്രസ്തുത കാലഘട്ടത്തിൽ എനിക്ക് ആശ്രമവുമായി ബന്ധപ്പെട്ട് ബാങ്കിങ് ചുമതല മാത്രമാണ് ഉണ്ടായിരുന്നത്. മൊഴി വായിച്ചു നോക്കി ശരി തന്നെ. സുധീന്ദ്ര തീർത്ഥന്റെ ഒപ്പും അതിന്റെ പോലീസുകാരുടെ, കാരണം പ്രൊസീഡ് ബൈ പ്രസാദ് BL SCPO 5528 പോത്തൻകോട് PS 28/6/2023 കഴിഞ്ഞ വർഷം കൊടുത്താണ്. 1 കൊല്ലത്തിന് മേലായി, 1.5 വർഷത്തോളമായിരുന്നു ഈ മൊഴി കൊടുത്തിട്ട്. ഇപ്പോഴാണ് എനിക്ക് കിട്ടുന്നത്. അപ്പൊ ഇതാണ് സുധീന്ദ്ര തീർത്ഥൻ കൊടുത്തിരിക്കുന്ന മൊഴി. അപ്പൊ ആ മൊഴിയായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ഞാൻ കാണിക്കാം. ഇത് കാണിക്കുന്ന വേറൊന്നും കൊണ്ടല്ല, ഒട്ടനവധി ആൾക്കാരെ ഇന്ന് ശാന്തിഗിരി ആശ്രമത്തിലേക്ക് പൈസ മേടിച്ചിട്ടുണ്ട്. അത് പലരും വഴിയാണ് മേടിച്ചിരിക്കുന്നത്. ഈ സുധീന്ദ്ര തീർത്ഥൻ വഴിയൊക്കെ മേടിച്ചിട്ടുണ്ട് പൈസ. എന്നിട്ട് ആൾക്കാരെന്തെങ്കിലും ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് കൊടുക്കത്തുമില്ല. അത് കൂടാതെ തന്നെ എന്താ സംഭവിക്കുന്നത്, ഇതിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മേടിച്ചിട്ടില്ല, എനിക്കറിയില്ല, ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല, അന്ധനും മൂകനും ബദിരനാണെന്ന് പറയും. ഇത് വേറെ ഒന്നും കൊണ്ടല്ല, ശാന്തിഗിരി ആശ്രമത്തിലെ അമൃതാഞ്ജലിയുടെ നിർദ്ദേശപ്രകാരം, അല്ലെങ്കിൽ ഗുരുരത്നസ്വാമിയുടെ നിർദ്ദേശപ്രകാരം, അല്ലെങ്കിൽ നിർമ്മലാഞ്ജലിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ മൊഴി കൊടുത്തിരിക്കുന്നത്. ഈ പറയുന്ന മൊഴി മനസ്സിലായില്ല, ഇങ്ങനെ പറഞ്ഞാൽ മതി. പക്ഷേ എന്താണ്, ദൈവത്തിന്റെ കയ്യൊപ്പ് പോലെ പല എവിഡൻസുകളും ഇരിപ്പുണ്ട്. അത് ഈ പറയുന്ന അമൃതാഞ്ജലിയുടെ ആകാം, ഗുരുരത്നസ്വാമിയുടെ ആകാം, നിർമ്മലാഞ്ജലിയുടെ ആകാം. മനസ്സിലായോ? ഇപ്പൊ സുധീന്ദ്ര തീർത്ഥന്റെ മാത്രം ഞാൻ കാണിക്കാം വീഡിയോ റെക്കോർഡ്സ്. അപ്പൊ ഇതൊക്കെ അന്വേഷണ വിധേയമാകണം. നമുക്ക് പൈസ മാത്രമല്ലല്ലോ കാര്യം. കാരണം ആരെയൊക്കെ പറ്റിച്ചിട്ടുണ്ടോ അവരെയൊക്കെ പൈസ കിട്ടണം. കാരണം ഈ മദ്യ കേസിൽ എന്താ സംഭവിച്ചത്, മദ്യ ഫാക്ടറി ഉണ്ടാക്കാൻ വേണ്ടി സുജിത്ത് എന്ന് പറഞ്ഞ ആളുടെ 70 ലക്ഷം രൂപ പറ്റിച്ച് മേടിച്ച് അദ്ദേഹം പോലീസ് കേസ് കൊടുത്ത് അത് നിരന്തരം പ്രശ്നമാകുന്നുണ്ടപ്പോൾ ഇട്ടുകൊടുത്ത പൈസ ഇട്ടുകൊടുത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ ഈ ഓരോരോ വിഷയം ഉണ്ടാകുമ്പോഴേ ഇവർ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അവർ കോടതി നടപടിയിൽ സ്വീകരിക്കട്ടെ, അല്ല പൈസ ചെയ്യട്ടെ. അതാണ് വേണ്ടത്. കോടതി നടപടി ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കലല്ല, കോടതി വന്നിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മണിമണി പോലെ തത്ത പറയുന്ന പോലെ മറുപടി പറയും, അത്രയും. ഞാനപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊടുത്തേക്കുന്ന റിപ്പോർട്ട് ഞാൻ വായിക്കും. പ്രേക്ഷകൻ ഇൻസ്പെക്ടർ SHO പോത്തൻകോട് പോലീസ് സ്വീകർത്താവ് ജില്ലാ പോലീസ് മേധാവി തിരുവനന്തപുരം റൂറൽ. സൂചന G7-37708/2023/T. സാർ, വിഷയം ബഹുമാനപ്പെട്ട തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി മുമ്പാകെ കോലിയക്കോട് വില്ലേജിൽ
ശാന്തിഗിരി പോസ്റ്റ് ശാന്തിഗിരി ജനപ്രിയ വിലാസം വീട്ടിൽ ചന്ദ്രബാബു നൽകിയ പരാതിയിലെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സംബന്ധിച്ച് അന്വേഷണ വിവരം. പ്രസ്തുത പരാതി സംഗതിയുമായി ബന്ധപ്പെട്ട് പരാതി കക്ഷിയുടെ മൊഴി രേഖപ്പെടുത്തിയതിൽ പരാതി കക്ഷി ശാന്തിഗിരി ആശ്രമ വിശ്വാസിയാണെന്നും ടിയാൻ 2005 മുതൽ 2017 കാലഘട്ടം വരെ ശാന്തിഗിരി ആശ്രമത്തിന്റെ വിവിധ യൂണിറ്റുകളിൽ ജോലി ചെയ്തിരുന്നു എന്നും 2008 നവംബർ മാസത്തിൽ ടി ആശ്രമത്തിന്റെ ആവശ്യപ്രകാരം പരാതി കക്ഷി 18 രൂപ പലിശ ഇനത്തിൽ ശാന്തിഗിരി ആശ്രമത്തിന്റെ പഠനശാല പണിയുന്നതിലേക്കായി നൽകിയെന്നും ആ സമയത്ത് ശാന്തിഗിരി ആശ്രമ ട്രസ്റ്റ് ടി പൈസ കൈപ്പറ്റിയതിന്റെ രസീത് രേഖകളോ പരാതി കക്ഷിക്ക് നൽകിയില്ല എന്നും പലിശയോ പൈസ കൈപ്പറ്റിയ രേഖകളോ പരാതി കക്ഷിക്ക് നൽകാത്തതിനെ തുടർന്ന് പരാതി കക്ഷി ആശ്രമ ട്രസ്റ്റ് നൽകിയിരുന്ന 18 ലക്ഷം രൂപ തിരികെ വേണമെന്ന് ആവശ്യപ്പെടുകയും അതിനെ തുടർന്ന് 13/4/2016 നമ്പർ 63 റെസിപ്റ്റ് വൗച്ചർ പ്രകാരം 5 വർഷത്തേക്ക് ബ്രാക്കറ്റ് 2016-2021 ബ്രാക്കറ്റിലാണ് ടിയാൻ നൽകിയ 18 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ചെയ്തതായി കാണിച്ച് ശാന്തിഗിരി ആശ്രമം ഫിനാൻസ് ഓഫീസർ രസീത് നൽകിയെന്നും പരാതി കക്ഷി ആരോപിക്കുന്നു. 2021 റെസിപ്റ്റ് കാലാവധി കഴിഞ്ഞിട്ടും ടിയാൻ ഡിപ്പോസിറ്റ് ചെയ്ത പൈസയോ അതിൻ്റെ പലിശയോ ഇന്നുവരെ ശാന്തിഗിരി ആശ്രമ ട്രസ്റ്റ് തിരികെ നൽകിയിട്ടില്ല എന്നാണ് പരാതി കക്ഷിയുടെ ആക്ഷേപം. ഇതുമായി ബന്ധപ്പെട്ട് പരാതി കക്ഷി പരാതിയിൽ ആരോപിച്ചിരിക്കുന്ന ഒന്നാം എതിർകക്ഷിയായ ശാന്തിഗിരി ആശ്രമത്തിലെ സീനിയർ മാനേജർ അഡ്മിനിസ്ട്രേഷൻ ആയ കോലിയക്കോട് വില്ലേജിൽ ശാന്തിഗിരി ശാന്തിഭൂഷണത്തിൽ സുധീന്ദ്ര തീർത്ഥനെ മൊഴി രേഖപ്പെടുത്തിയതിൽ പരാതി കക്ഷിയായ ചന്ദ്രബാബുവിനെ 2010 ശേഷം മാത്രമാണ് ശാന്തിഗിരി ആശ്രമ സ്റ്റാഫ് എന്ന നിലയിൽ അറിയാവുന്നതെന്നും അതിനു മുമ്പ് അറിയാനേ പാടില്ല. ഭാഗ്യം. ഗുരുവിന്റെ കുടുംബാംഗങ്ങളൊന്നും അറിയില്ല ഈ സുധീന്ദ്ര തീർത്ഥം മാത്രമാണ് അറിയാവുന്നതെന്നും 1999 മുതൽ 2008 വരെ സുധീന്ദ്ര തീർത്ഥൻ ശാന്തിഗിരി ആശ്രമത്തിന്റെ ആയുർവേദ സിദ്ധ വൈദ്യശാലയിൽ കാഷ്യറായിട്ടാണ് ജോലി ചെയ്തിരുന്നതെന്നും 2009 മുതൽ ടിയാൻ ശാന്തിഗിരി ആശ്രമത്തിന്റെ ബാങ്കിങ് കാര്യങ്ങൾ മാത്രമാണ് നോക്കിയിരുന്നതെന്നും ടിയാന്റെ മൊഴിയിൽ നിന്നും വ്യക്തമായിട്ടുള്ളതാണ്. മാത്രമല്ല ശാന്തിഗിരി ആശ്രമ പഠനശാല പണിയുന്ന ആവശ്യത്തിലേക്കായി ശ്രീ ചന്ദ്രബാബുവിനോട് യാതൊരു പൈസയും ആവശ്യപ്പെട്ടില്ല എന്നും മാത്രമല്ല 2008 വാങ്ങിയെന്ന് ആരോപിക്കുന്ന 18 ലക്ഷം രൂപയ്ക്ക് 13/4/2016 നമ്പർ 63 പ്രകാരം ഫിനാൻസ് ഓഫീസറായ ഒന്നാം എതിർകക്ഷി റെസീപ്റ്റ് നൽകിയെന്ന് പരാതി കക്ഷി ആരോപിക്കുന്നത് തികച്ചും വസ്തുതാവിരുദ്ധമാണെന്ന് ഒന്നാം എതിർകക്ഷിയുടെ മൊഴിയിൽ നിന്ന് വ്യക്തമാണ്. ഉറപ്പിച്ചു, തികച്ചും വ്യക്തമാണ്. പ്രസ്തുത പരാതി സംഗതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തിയതിലും ഇരുകക്ഷികളുടെയും മൊഴി രേഖപ്പെടുത്തിയതിലും മറ്റു പരാതി കക്ഷി ശാന്തിഗിരി ആശ്രമ പഠനശാല പണിയുന്ന ആവശ്യത്തിലേക്കായി 18 ലക്ഷം രൂപ പരിശീലനത്തിൽ റെസീപ്റ്റ് ചെയ്തതായി പറയുന്ന സ്ഥിരീകരിക്കാൻ യാതൊരുവിധ ഒറിജിനൽ രേഖകളും പരാതി കക്ഷി ഹാജരാക്കിയിട്ടില്ല. പണം ആവശ്യത്തിന് ചന്ദ്രബാബു നൽകിയതായി പറയുന്നതിൻ്റെ ആധികാരികം മനസ്സിലാക്കുന്നതിലേക്കായി ഒറിജിനൽ രേഖകൾ അത്യന്താപേക്ഷിതമാണെന്ന് മാത്രമല്ല ആശ്രമത്തിൻ്റെ ഉന്നതിക്കായാണോ ടിയാൻ പണം നൽകിയത് എന്നതിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ആയതിനാൽ പരാതി കക്ഷി കോപ്പിയായി നൽകിയിരിക്കുന്ന നമ്പർ 63 റെസിപ്റ്റ് വൗച്ചറിന്റെ ഒറിജിനൽ രേഖ ബഹുകോടതിയിൽ ഹാജരാക്കി വ്യക്തത വരുത്തി പണം ആശ്രമത്തിന് നൽകിയിട്ടുണ്ടെങ്കിൽ തിരികെ ലഭിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതിന് പരാതി കക്ഷിക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. അനന്തര നടപടിക്കായി ഈ റിപ്പോർട്ട് സമർപ്പിച്ചുകൊള്ളുന്ന ഇൻസ്പെക്ടർ SHO പോത്തൻകോട് പോലീസ് സ്റ്റേഷൻ. അന്ന് മിഥുൻ സാറായിരുന്നു നോക്കപ്പെട്ടത് SHO. അപ്പോൾ അത് 15/7/2023 SP സമർപ്പിച്ചാണ്. അതിൽ അവസാനം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. പക്ഷെ മറ്റേന്ന് പറഞ്ഞാൽ ഈ പരാതി കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ 4 പ്രതികളുണ്ടെങ്കിൽ 4 പ്രതികളുടെയും മൊഴിയെടുക്കണ്ടേ? അത് പോലീസിന്റെ വീഴ്ചയല്ലേ? അതെന്താണ് അമൃതാജനിയുടെ മൊഴിയെടുക്കാനായിട്ട്? അമൃതാജനി നിയമത്തിന് മുകളിലാണ്. പിന്നെ അതിൻ്റെ ഗുരുസ്വാമി എന്ന് പറഞ്ഞ ആൾ ഈ പറയുന്ന നേതാക്കന്മാരും ഭരണാധികാരികളും പോലീസ് ഓഫീസറിൻ്റെ ഒക്കെ കൂടി ഫോട്ടോ എടുക്കണമുണ്ടും പരിപാടികൾ പങ്കെടുക്കണമുണ്ടും ഈ ഫ്രീ ചികിത്സ ചെയ്യിപ്പിച്ചു കൊടുക്കണമുണ്ടും ഒക്കെയാണ് ഈ പറയുന്ന അവരെ മൊഴിയെടുക്കാൻ ബുദ്ധിമുട്ട്. ഈ നിർമ്മല ജനിക്ക് എന്താണ് നിയമത്തിന് അതീതമാണ്? അവരുടെ മൊഴിയെടുക്കണ്ടേ? അവരുടെ മൊഴിയെടുത്തിട്ട് അവർ തന്നിട്ടുള്ളത് സ്ഥാപിക്കണ്ടേ? വേണ്ടേ? ഇപ്പം എന്താ പറയുക, അവർക്ക് അതൊക്കെ കോടതി വന്നു കഴിയുമ്പോൾ അവർക്ക് എതിരാവുമെന്ന് അവർക്കറിയാം. പോലീസിനെ സ്വാധീനിച്ചുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ പറയുന്ന റിപ്പോർട്ടൊക്കെ ഇങ്ങനെ കൊടുക്കുന്നത് കാരണം അവരുടെ മൊഴി വേണം. പോലീസ് എന്തിനാണ് ഭയപ്പെടുന്ന ആൾക്കാരെ? ഇവരെ പോലെയുള്ള ആൾക്കാരെയൊക്കെ. അതാണ് അതിൻ്റെ ഈ മുഖ്യമന്ത്രിയെയും മറ്റുള്ളവരെ ഇരുത്തി ഫോട്ടോ എടുത്തു കഴിയുമ്പോൾ അത് കാണിച്ചുകൊണ്ട് സുജിത്തിനോട് പറഞ്ഞതല്ലേ, ഞാൻ മുഖ്യമന്ത്രിയുടെ അടുത്ത ആളാണ്. ഏത് മധ്യക്കേസിലെ സുജിത് കുമാറാണ്.
70 ലക്ഷം രൂപ പറ്റിച്ചപ്പോൾ. ഇത് കണ്ടില്ലേ ഫോട്ടോ? ഞാൻ മുഖ്യമന്ത്രിയുടെ കൂടെ ഇരിക്കുകയാണ്. അപ്പോൾ ആ ഫോണിലാണ് കാണിച്ചിട്ട്, കയ്യിലല്ല. ഇത് കണ്ട ഫോണിൽ കാണിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ കൂടെ ഇരിക്കുന്ന ഫോട്ടോ കണ്ട. എനിക്ക് അത്ര ബന്ധമുണ്ട്. DGP, എല്ലാ പോലീസ് ഓഫീസറും, ഗവർണർ, എല്ലാവരുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. അതുകൊണ്ട് എനിക്കെതിരെ ഒരു കേസ് വന്നാലും ഒരിടത്ത് നിലനിൽക്കുന്നില്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനോട് പറഞ്ഞത്. മര്യാദക്ക് എന്താ സുഹൃത്തിനെ ഉപദ്രവിക്കുന്നവരെ പറഞ്ഞിരുന്നു. എന്ന് വെച്ചാൽ തട്ടിക്കളയുമെന്ന് തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ സുഹൃത്ത് പോലീസിൽ കൊടുത്തിരിക്കുന്ന പരാതിയിലുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പോലീസിന് അവരെല്ലാം മൊഴിയെടുക്കാമായിരുന്നു. പക്ഷെ കോടതി വന്നാൽ മതി, കോടതി വന്ന് മൊഴിയെടുത്താൽ മതി. അതാണ് നല്ല സൗകര്യം. അപ്പോൾ നമുക്ക് സുഹൃത്തിൻ്റെ തന്നെ ആ റെസിപ്റ്റ് 18 ലക്ഷം രൂപയുടെ റെസിപ്റ്റ് തരുന്നതും അനുബന്ധമായിട്ട് സംസാരിക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ, കൂടുതൽ ലെങ്തി ഇല്ല, കൂടുതലുണ്ട്. ഞാനത് കട്ട് ചെയ്തിട്ട് നിങ്ങൾ അറിവിലേക്കായി കാണിച്ചു തരാം. അപ്പോൾ അതൊന്ന് കാണുന്നു. രക്ഷപ്പെട്ട് നാളെ നാളെ വിഷുവാണ്, നേരത്തെ പോകണമെന്ന് പറഞ്ഞിരിക്കുന്നവർ കരണ്ടും വേണം പോയാ ചോദിച്ചിട്ട് വിളിക്കണേ. പൈസ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ കൊണ്ടേച്ചു ദിനേശ് അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രസാദത്തിൻ്റെ അവൻ രതീഷില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒന്ന് കൊടുക്കാനൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നു. അത്യാവശ്യമാണെന്ന് പറയും. $8 888 എവിടെ പോയാ ഹലോ, ഇതൊന്നും ആയില്ലടാ. നമ്മുടെ സമയം ഈ സാറിൻ്റെ മൊബൈലിൽ നിന്ന് വിളിച്ചപ്പോൾ സ്വാമി ഇവിടെ വെളിയിലാണ്. ഇനി ഒന്ന് വിളിച്ച് സ്വാമി വിളിക്കാം. സ്വാമി അടുത്ത് സ്വാമി അറേഞ്ച് ആക്കുന്ന ഇപ്പോൾ പറയുന്നുണ്ട്. എന്നാ ഞാൻ ഇവിടുന്ന് ഒരു റെസിപ്റ്റ് അടിക്കുകയാണെങ്കിൽ ഇന്നത്തെ ഡേറ്റാണ്. അപ്പം ഞാൻ താഴെ നോട്ട് ചെയ്താൽ മതിയല്ലോ. ഡേറ്റ് പ്രശ്നമുണ്ടോ? എങ്ങനെ ഡേറ്റ്? ബാക്ക് ഡേറ്റിൽ അടിക്കാൻ പാടില്ല. റെസിപ്റ്റ് തരുമ്പോഴേ ഇന്നത്തെ ഡേറ്റിൽ റെസിപ്റ്റ് അടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അതാ പഴയ ഡേറ്റിൽ അടിക്കാൻ പറ്റത്തില്ല. പഴയ ഡേറ്റിൽ വെച്ചാൽ എനിക്ക് അതുകൊണ്ടുള്ള ഇതെന്താ പ്രത്യേകത നമുക്ക് ബാക്ക് ഡേറ്റിൽ കൊണ്ട് റെസിപ്റ്റ് അടിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ താഴെ നോട്ട് ചെയ്യണം. കറക്റ്റല്ലേ? കറക്റ്റ് പാട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്? 18 ലക്ഷം. ഒരു ക്യാഷ് റെസിപ്റ്റ് പോലെ അടിച്ചു. ക്യാഷ് വാങ്ങിയ പോലെ റെസിപ്റ്റ് അടിക്കുന്നു. റിസീവ്ഡ് അല്ലെന്ന് അതാണ് ഒറിജിനൽ. എന്താണ് എങ്ങനെയാണത്? അടിച്ച് കാണിച്ചത്. ചന്ദ്രബാബു വീട്ടുപേര് വരാം. വീട്ടുപേര് അവിടുത്തെ മതി. ചിറ്റേക്കാട്ട് ചന്തിരൂർ അഡ്രസ്. കാട്ടിൽ എങ്ങനെ ചിറ്റേക്കാട്ടെന്ന് മതി. ചിറ്റേക്കാട് ചന്തിരൂർ ചേർത്തല ആലപ്പുഴ. ആ എന്നാ വെച്ചോ 5 മതി. ഇന്നത്തെ ഡേറ്റ് ആയിരിക്കും റെസിപ്റ്റ്. എന്നാലും ഒരു ഡോക്യുമെന്റ് വേണമെന്നല്ലേ ഉള്ളൂ. സാധനത്തിൽ
നിങ്ങൾക്ക് മേടിച്ചിട്ടില്ലേ? നാളെ നീയൊക്കെ അല്ല സ്വാമിയൊക്കെ അല്ല മറ്റുള്ള എല്ലാവരും വന്നിരിക്കണേല. അപ്പം എന്ത് ചെയ്യും? ഇപ്പോൾ ഒരു ഓളത്തിന് ഓടി അങ്ങോട്ട് പോകും. ശരിക്കും പറഞ്ഞത് എവിടെ കിടക്കുന്ന ചേട്ടാ? സ്നേഹനിധിയോ ഗുരുനിധിയോ? സ്നേഹനിധി എന്ന് പറഞ്ഞാലല്ലേ നമ്മുടെ ഇത് സ്നേഹനിധി ഇല്ല, മറ്റേ ഗുരുനിധി എന്ന് പറഞ്ഞാൽ ഏതാ ഗുരുനിധി എന്ന് പറഞ്ഞാൽ? അപ്പോൾ സ്നേഹനിധിയാ? അതില്ലേ അപ്പോൾ ഗുരുനിധി ആക്കിയത്. മറ്റേ എറണാകുളത്തെ ഉണ്ടോ ഇപ്പോൾ മറ്റേ കാരുണ്യ? ആണോ? മൊത്തം എത്ര രൂപ ഉണ്ടായിരുന്നു? അപ്പോൾ ഭയങ്കര കോടികളുണ്ടായിരുന്നു തോന്നുന്നു. കുറേ ആൾക്കാർ കൊടുക്കാനുണ്ടെന്ന്. അല്ല കൊടുക്കാനുണ്ടെന്ന്. ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് നടന്നു പോകുന്ന സംഭവം. സ്വാമി പോകുന്നതോടെയാണ് ഉണ്ടാകുന്നത്. അല്ല അതിന് മുമ്പ് എടുത്താണ് സ്വാമി പോരുന്നതിന് മുമ്പ് കുത്തോളം എടുപ്പിച്ച സത്യപ്രകാശം പോരുന്നതിന് മുമ്പ് കുത്തോളം എടുപ്പിച്ചെന്ന്. സ്വാമി നല്ല പൊന്നുപോലെ കൊണ്ടുവിടുന്നതാണ്. കാരണം എറണാകുളത്ത് ഇല്ലേ സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത്. പീരീഡ് എനിക്ക് തോന്നുന്നത് 2009. ഏത്? അതാ പറഞ്ഞത് 2009 കാലഘട്ടത്തിലാണെന്ന്. റെസിപ്റ്റ് ഇന്നത്തെ ദിവസം കണക്കുണ്ടാവൂലേ? അല്ലേ ഞാൻ പറഞ്ഞു. എടാ ഇതിന് ഒറിജിനൽ പേപ്പർ ഇല്ലേടാ? നല്ലൊരു പേപ്പർ തരാമെന്ന് പറഞ്ഞാൽ എനിക്ക് അതാണ്. അല്ല ഒറിജിനലായിട്ട് അത് ഡോക്യുമെൻറ്റ്സ് കറക്റ്റായിട്ടുള്ള തന്നെ. ഇപ്പം തൽക്കാലം ഇത് തന്ന് ഇത് ചെയ്യാം. എനിക്ക് ആദ്യം പറഞ്ഞു തന്നെ ചെക്ക് ഇതിനുള്ള മറ്റേ എന്താ പറയുക പിന്നെ കറക്റ്റ് പേപ്പറും തരാമെന്ന് പറഞ്ഞാൽ 2009. ഒരു ഫുൾ പേപ്പറിലടിക്കാൻ പാടില്ല നന്നായിട്ട്. ആ നല്ലൊരു പേപ്പർ തന്നെ കേട്ടോ. ആ തൽക്കാലത്ത് ഇതാ മറ്റേന്ന് വരും. ചെക്ക് കിട്ടിയാലും കുഴപ്പമില്ല, നല്ലൊരു പേപ്പർ കിട്ടും. ഇത് റെസിപ്റ്റും എവിടെ സീലിട്ട് വെച്ചാ? ആ സീലൊക്കെ വെച്ചോ, പക്ഷേ ഒറിജിനൽ സാധനം മേടിച്ചു തന്നെ. അതെൻ്റെ നിന്നല്ല ഇത് മേടിച്ചേക്കണല്ലേ, ഞാൻ മേടിച്ചേട്ടല്ലേ. കണ്ട നമ്മുടെ ഇത് മേടിക്കാനുള്ളതൊക്കെ വാങ്ങിച്ചു വെച്ചില്ലേ? ഏത് എങ്ങനെ ബുക്ക് ഞാനടുത്തോണ്ട് ഒപ്പടിച്ച് സീലും വെച്ചോ. തൽക്കാലം അത് ഇതിലിരിക്കും. രേഖയൊക്കെ മേടിച്ചിട്ടില്ല, അവസാനം പണിയാവും. ആളുകളെ മാറ്റി ഇന്ന് പറയണമല്ലോ നാളെ പറയണം. ഒറിജിനലില്ലേ? ഒറിജിനലില്ലേ? അത് വാങ്ങിക്കും. മരം നമുക്ക് തലവേദന ഉണ്ടാക്കി വെച്ചിട്ടിരിക്കണം ഓരോ ദിവസം നിന്നോട്. നമ്മൾ തിരിച്ചോരോ തലവേദന നമ്മൾ അല്ല ഇനി വില ഉണ്ടോ ഇപ്പം തന്നെ?
അല്ല ഇപ്പോൾ വില ഉണ്ടായാൽ മതി ഒരു കൊല്ലം അത് തന്നെ ഒരു വാഹന വ്യവസ്ഥയില്ല. അല്ല ഇത്ര നാൾ ദേഹം മേടിക്കണമെന്നില്ലായിരുന്നു, പക്ഷെ ഇപ്പം അതല്ല, സെറ്റപ്പൊക്കെ മാറി വരുമ്പോഴേ നമ്മളത് സൃഷ്ടിക്കുന്ന നിലയിലേക്ക് പണിയില്ല. കോളേജിലൊക്കെ മറ്റേ അഡ്മിഷൻ സമയമില്ല. ആണോ? അപ്പം ഇപ്പോഴേ അഡ്വാൻസ് ചെയ്തു. റെസിപ്റ്റ് റിസീവ് അതിൻ്റെ കോപ്പി അവിടെ കിട്ടുക മറ്റേ ഡെപ്പോസിറ്റ് ഏതാ ഓർഡറിലൊക്കെ അതിന് വില ആ പിന്നെ ആയിട്ട് അതോട് കൊണ്ട് വെച്ചേക്കല്ലേ. ഒരു പൈസ ഒരു സ്പെല്ലിങ് തെറ്റിപ്പോലോ ചിറ്റേക്കാടിൻ്റെ. എന്താ ചിറ്റേക്കാടിൻ്റെ സ്പെല്ലിങ് തെറ്റിപ്പോലോ. ടീ തന്നെയായിരുന്നു പറഞ്ഞത്. എന്താ വീട്ടുപേരൻ്റെ ടീ തന്നെയായിരുന്നു പറഞ്ഞത്. ടീ ആണല്ലോ. ടീ മാത്രം മതിയായിരുന്നു. ടീ യു എൻ്റെ ടീ എന്ന് മാത്രം മതി. ഞാൻ റെസിപ്റ്റൂടെ ഏതാ ഒരു കേസും കൂടെ ഒരു റെസിപ്റ്റ് ഒരാൾക്ക് രക്ഷയാണ് ഫോൺ എടുത്തിട്ടുണ്ട് അല്ലാതെ കാണില്ല. ഞാൻ ഇവിടെ ഇങ്ങനെ പീരീഡ് ഈ ഫണ്ട് റിസീവ്ഡ് ആസ് ഡെപ്പോസിറ്റ് ഫോർ 5 years റെസീപ്റ്റ് പീരീഡ് 2008 ആ കാലഘട്ടങ്ങളിൽ ഇവിടെ വന്നു എന്നറിയാൻ വേണ്ടി ആ കാലഘട്ടത്തിൽ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ കാരണം അത് കാണിച്ചാലേ നിങ്ങൾക്ക് മറ്റേ പൈസ തന്നെ കണക്കുണ്ട്. തിരിച്ചു വന്നിട്ട് കാണിക്കണ്ടേ. ഹലോ ഇതെല്ലാം പറഞ്ഞു ഒറിജിനൽ മേടിച്ച എന്നോട്ടെ എനിക്ക്. ഹലോ ഹലോ എന്നാലും പിച്ചിക്കീരിയൊക്കെ എടുത്ത് ഒരു സൈഡ് ഇങ്ങനെ ഉപയോഗിച്ചിട്ട് പക്ഷെ മടക്കി വെച്ചാൽ മതിയായിരുന്നു കേട്ടോ. മടക്കാൻ പറ്റത്തില്ല, ചെറിയ കഷ്ടം മടക്കി വെക്കാൻ പറ്റില്ല. അപ്പോൾ ഒറിജിനൽ വാങ്ങിച്ചു തന്നെ കണ്ണിന് എവിടെയെങ്കിലും അങ്ങനത്തെ സംഭവം ആ കാണിക്കാം. കിടപ്പുണ്ടെന്ന് പോകട്ടെ. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് വീഡിയോ. കാരണം വെച്ചാൽ സുധീന്ദ്രരുത്തം പറഞ്ഞേക്കുന്ന മൊഴിയിലെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരു റെസിപ്റ്റ് കണ്ടിട്ടേ ഇല്ല, കേട്ടിട്ടില്ല, ഞാൻ കൊടുത്തിട്ടില്ല. അന്ന് ഞാനവിടെ ഇല്ലായിരുന്നു. എനിക്ക് ചന്ദ്രബാബുനായിട്ട് എന്താ പറയുക, ശാന്തിരി ആശ്രമത്തിലെ സ്റ്റാഫ് എന്നുണ്ടെങ്കിൽ 2010 മുതലാണ് പരിചയമെന്നാണ് പറയുന്നത്. എന്നിട്ട് ഇങ്ങനെ ഒരു റെസിപ്റ്റ് കൊടുത്തിട്ടില്ലെന്നാണ് പറയുന്നത് നോക്കട്ടെ. അപ്പോൾ ഈ വീഡിയോയുമായിട്ട് നല്ല ബന്ധമുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് സുധീന്ദ്രൻ മാത്രമല്ല, ഇതിൽ ഭാഗവത് അമൃതാജിൻ്റെയുണ്ട്, ഗുരുസ്വാമിയുണ്ട്, നിർമ്മലാജിൻ്റെയുണ്ട്. ഇവരുടെ കൂടി സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞല്ലോ. സത്യം പറഞ്ഞാൽ ഇവർ ഇതേപോലെ കള്ളങ്ങൾ പറയുമ്പോഴാണ് കൂടുതൽ, അത് നമ്മൾ തെളിയിക്കുമ്പോഴാണ് കൂടുതൽ നമുക്ക് ഊർജം വരുന്നത്. അപ്പം അതുകൊണ്ട് ഈ സുധീന്ദ്രനും ഇവരൊക്കെ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കട്ടെ. നാളെ നിയമപരമായിട്ടൊരു കാര്യം വരുമ്പോൾ അതിൽ തെളിയിക്കുമ്പോഴാണ് നമുക്ക് പവർ ആകുന്നത്. മനസ്സിലായി? അത് കോടതിയുടെ ഒരു ഉത്തരവാണ് ഇത് സത്യതാവിരുദ്ധമാണെന്ന്. കാരണം വെച്ചാൽ ലേബർ കോർട്ടിൽ ഇവർ 3 സാക്ഷികളെ കൊണ്ടുവന്ന് വെച്ചിരുന്നു. ആ 3 സാക്ഷികളുടെയും
എന്താ പറയുക, അവരുടെ സത്യവാങ്മൂലവും അവരെ ആ ലേബർ കോർട്ടിൽ വെച്ച് എനിക്ക് ഉപജീവനത്തെ കിട്ടേണ്ട കേസിൽ എന്ന് പറഞ്ഞാൽ ഇവർ കൊടുത്ത സത്യവാങ്മൂലത്തെ കണ്ണിച്ചുകൊണ്ട് എനിക്ക് അവർ തന്നെ മൊഴിയെടുക്കാൻ പറ്റും എന്ന് പറയുന്ന പോലെ ഇവിടെ വന്നിട്ട് ഘടകവിരുദ്ധമായ മൊഴി ഇവരുടെ വായിൽ നിന്ന് വന്നാൽ എനിക്കത് അനുഗ്രഹമാവും, മറ്റു പല കാര്യത്തിനും അനുഗ്രഹമാവും. അപ്പോൾ അതിലേക്കാണ് എൻ്റെ ശ്രമം. നിയമപരമായിട്ടുള്ള ഏതറ്റം വരെ പോകാനും ഞാൻ ശ്രമിക്കും. അപ്പോൾ ഇത് കാണിച്ചെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഒട്ടനവധി ആൾക്കാരെ അമൃത ജന്നി പറഞ്ഞിട്ട് പൈസ മേടിച്ചിട്ടുണ്ട്, നിർമ്മല ജന്നി പറഞ്ഞിട്ട് മേടിച്ചിട്ടുണ്ട്, ഗുരുദേവ സ്വാമി പറഞ്ഞിട്ട് മേടിച്ചിട്ടുണ്ട്, ഒട്ടനവധി ആൾക്കാർ. അപ്പോൾ അവനവന് പൈസ വേണമെങ്കിൽ അവനവൻ അതിൻ്റെ വഴി നോക്കുക. ഇവിടെ നിന്ന് പല അവധി പറയും, രേഖകൾ തരാതിരിക്കാൻ ശ്രമിക്കും, പലതും പറയും. എനിക്കെന്ന് പറഞ്ഞാൽ പ്രോമിസർ നോട്ടും ചെക്കും തരാമെന്ന് പറഞ്ഞാണ് എന്നെ 2000 പറഞ്ഞ കാലയളവിൽ പൈസ മേടിച്ചത്, 2008-09 കാലഘട്ടത്തിൽ. അപ്പോൾ അന്നും തന്നില്ല. ചോദിക്കാൻ പറഞ്ഞ എന്താണ്, ഗുരുവിൻ്റെ കാര്യത്തിന് ഇപ്പോൾ കണക്ക് ചോദിക്കുന്നു, ഗുരുവിൻ്റെ കാര്യത്തിന് രേഖ ചോദിക്കുന്നു, തരും, ഞങ്ങളുടെ വിശ്വാസമില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വിശ്വാസത്തെ മുതലെടുത്തുള്ളൂ. അവരോടുള്ള വിശ്വാസമല്ല, ഗുരുവിനോടുള്ള വിശ്വാസത്തെ മുതലെടുത്തുകൊണ്ടാണ് ഇവർ പണം വാങ്ങിച്ച് പലരെയും പറ്റിക്കുന്നു. ഒട്ടനവധി കുടുംബത്തെ തകർത്തിട്ടുണ്ട് സാമ്പത്തികപരമായിട്ട്, വസ്തു വിറ്റുകൊണ്ട് നമ്മൾ കൊടുത്തതും അങ്ങനെ ഒട്ടനവധി ഘടകങ്ങൾ. ഗുരു ശരീരത്തോടെ ഉണ്ടായിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നീതി പ്രവർത്തിക്കും. ഗുരു ശരീരം വിട്ട് പോയതിന് ശേഷം ഗുരു കൊടുക്കാനുണ്ടായ ആൾക്കാരെ പോലും ഇവർ പറ്റിച്ചു. ഗുരു പോയില്ലേ, ഇനി ഞാൻ ആരോട് ചോദിക്കാൻ എന്നുള്ള രീതിയിൽ. പക്ഷെ ഗുരുവിൻ്റെ പ്രസ്ഥാനവും സമ്പത്തും ഇവർ കൈയടക്കി വെച്ചിരിക്കുക ഇല്ലീഗൽ ആക്ടിവിറ്റിയിലൂടെ. അപ്പം ഇത്രയും കാര്യങ്ങളൊന്ന് എല്ലാവരോടും ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. സബ്സ്ക്രൈബ്.